മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം PM ശ്രീ വിഷയം ചർച്ച ചെയ്യാമെന്ന് LDF-ൽ ധാരണ. പ്രകടന പത്രിക തയ്യാറാക്കാൻ LDF പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകി. എല്ലാ പാർട്ടികളിലെയും ഓരോ നേതാക്കന്മാരാണ് പ്രകടന പത്രിക തയ്യാറാക്കൽ കമ്മിറ്റിയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും LDF വിലയിരുത്തി. 15-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ പ്രകടന പത്രിക കമ്മിറ്റി യോഗം ചേരും. LDF കൺവീനറാണ് കമ്മിറ്റി ചെയർമാൻ. VV അരുൺ വിശദാംശങ്ങളുമായി. അരുൺ, ഈ PM ശ്രീ വിവാദത്തിന്റെ കാര്യത്തിൽ ഇനി ചർച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം, ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് LDF എത്തിയിട്ടുള്ളത്? ശ്രീജ, PMC വിവാദം ഇടതുമുന്നണിയുടെ അജണ്ടയിലുണ്ടായിരുന്നു. പക്ഷേ ആമുഖമായി തന്നെ ഇടതുമുന്നണി കൺവീനർ അക്കാര്യം പറഞ്ഞു. PMC വിവാദം ചർച്ച ചെയ്യാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വിവാദം ചർച്ച ചെയ്യാൻ മാത്രമല്ല, അത് PMC പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതി റിപ്പോർട്ട് വന്ന ശേഷം ആ റിപ്പോർട്ട് ഇടതുമുന്നണി യോഗത്തിൽ സമർപ്പിക്കാം. അതിനുശേഷം വിശദ ചർച്ച ചെയ്യാമെന്നാണ് ഇടതുമുന്നണി കൺവീനർ യോഗത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട. അതുപോലെ തന്നെ SIR-മായി ബന്ധപ്പെട്ട പ്രചരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5-ാം തീയതി SIR-ന്റെ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അക്കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ തുടങ്ങി. അതിനൊരു സബ് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും PMC വിവാദത്തിൽ തുടർ ചർച്ചകൾ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മതി എന്ന തീരുമാനമാണ് ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം മുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നേരത്തെ ഈ PMC കരാർ വേണ്ട പോലെ ചർച്ച ചെയ്യാതെ കരാറിൽ ഒപ്പിട്ടത് വീഴ്ചയായി പോയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.